ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 15. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ധ്യാനിക്കാം. ഈ ഭൂമിയെ ആദ്യമായി സ്നേഹിച്ചത് ദൈവമായ കർത്താവാണ്. അവിടുത്തെ സ്നേഹമാണ് ഭൂമിക്ക് രൂപവും ഭാവവും നൽകുവാനും ഭൂമിയിൽ സമസ്ത ജീവജാലങ്ങളും സൃഷ്ടിക്കുവാനും ദൈവത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുവാനും കാരണമായത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ മാനുഷിക ബുദ്ധി കൊണ്ട് അളക്കുവാനോ ചിന്തിക്കുവാനോ പോലും കഴിയില്ല. അത്രമാത്രമാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും കരുതലും. ഇത്രമാത്രം സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വപൂർണമായ സ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള ക്ഷണമാണ് ഇന്ന് സുവിശേഷം നൽകുക. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇത് വലിയൊരു ആഹ്വാനമാണ്. നാം സ്വീകരിക്കേണ്ട മഹത്വപൂർണമായ ഒരു കൃപയും. പിതാവിൻ്റെ സ്നേഹം പുത്രൻ അനുഭവിച്ചു. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ പുത്രൻ ജീവിച്ചു. അതേ കൃപയിൽ ജീവിക്കുവാനുള്ള വലിയൊരു ആഹ്വാനം ക്രിസ്തു നമുക്ക് നൽകുന്നു. നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത സ്വന്തമാക്കുവാനും ആ വലിയ സ്നേഹത്തിൽ നിലനിൽക്കുവാനും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയേറെ ഭാഗ്യം സിദ്ധിച്ച മറ്റൊരു ജനതയുണ്ടോ എന്ന ചോദ്യം ഏറെ പ്രശസ്തമാണ്. രക്ഷ എല്ലാ ജനതകൾക്കും ഉള്ളതാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതാണ് സുവിശേഷം. ആരെല്ലാം വിശ്വസിക്കുന്നുവോ, ആരെല്ലാം ഏറ്റുപറയുന്നുവോ, ആരെല്ലാം വചനാധിഷ്ഠമായി ജീവിക്കുന്നുവോ അവരെല്ലാവരും രക്ഷ പ്രാപിക്കും. അവിടെ ജാതീയമായ ഭിന്നതയോ വർഗമോ നിറമോ സാന്നിധ്യമോ ഇല്ല. എല്ലാവർക്കും ഒരുപോലെ രക്ഷയുടെ ബലം നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ അഭിമാനപൂർവ്വം വിജാതിയരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ഐക്യപ്പെട്ടു എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും രക്ഷപ്പെടുകണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മെപ്പോലെ തന്നെ അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരെ അംഗീകരിച്ചു. ദൈവം അംഗീകാര മുദ്ര പതിപ്പിച്ചവരായി വിജാതിയരെയും ദൈവം രൂപപ്പെടുത്തി എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും യോഗ്യതയുണ്ട്. അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെ ദൈവമക്കളായി രൂപാന്തരപ്പെടും. ദൈവത്തിൻ്റെ സ്നേഹബലത്തിൽ നിൽക്കുക എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയും വരപ്രസാദവും. ആ കൃപയുടെ പൂർണ്ണത നാം സ്വന്തമാക്കിയാൽ നമ്മൾ അനുഗ്രഹീതരാകും. ആ അനുഗ്രഹത്തിൻ്റെ കൃപാവരം സ്വന്തമാക്കുവാനുള്ള വഴി ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക എന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുവാൻ, അവൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ നമുക്ക് പ്രേരണ നൽകേണ്ടത് ദൈവത്തോടുള്ള സ്നേഹം തന്നെ ആകണം. മറ്റൊന്നിൻ്റെയും ബലത്തിൽ നമുക്ക് കൽപ്പനകൾ പാലിച്ച് വിശ്വസ്തരായി ജീവിക്കാൻ കഴിയില്ല. നാം എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം ആഴത്തിൽ ദൈവിക കൽപ്പനകൾ പാലിക്കുവാനും കൂടുതൽ വിശ്വസ്തരായിരിക്കുവാനും നമുക്ക് സാധിക്കും. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നതിന് മുമ്പായി യേശു പറയുന്നൊരു വാക്ക് ഇപ്രകാരമാണ്: ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുന്നതിനും അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിനും വേണ്ടിയിട്ടാണ്. മറ്റാർക്കാണ് ഭൂമിയിൽ പൂർണ്ണമായ സന്തോഷം നൽകാൻ കഴിയുക? ക്രിസ്തുവിനല്ലാതെ. അതെ, ക്രിസ്തു സ്വർഗീയ സന്തോഷം അനുഭവിച്ചാണ് ആ സന്തോഷത്തിന്റെ നന്മ ലോകത്തിന് വെളിപ്പെടുത്തിയത്. യേശു നൽകുന്നതൊന്നും മറ്റാർക്കും നൽകാൻ കഴിയാത്തതാണ്. അത് സ്നേഹമായാലും സമാധാനമായാലും സന്തോഷമായാലും. അതെ, ക്രിസ്തു നൽകുന്നത് ക്രിസ്തുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് സ്വീകരിക്കുവാനുള്ള യോഗ്യത
ക്രിസ്തു തന്നെ ഇതാ നമുക്കായി തുറന്നു നൽകുകയാണ്. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ, അപ്പോൾ ആ കൃപയുടെ പൂർണ്ണത നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുവിൻ, അപ്പോൾ അവ നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വർഗീയ സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിന്റെ കൃപയുടെ കൽപ്പനകൾ പാലിക്കുവാൻ, അവന്റെ സ്നേഹത്തിന്റെ തണലിൽ ജീവിക്കുവാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ